നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മലയാളികളെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ച ആ ഒരു മനുഷ്യൻ സലീം കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ അവസാനത്തെ 10 മിനിറ്റിൽ ഉണ്ടായിട്ടുള്ള നാടകീയ രംഗങ്ങൾ നമ്മളൊക്കെ തന്നെ കണ്ടു. ഒരുപാട് മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം ഇരച്ചെത്തി അവിടേക്ക് വന്നപ്പോൾ ആ അച്ഛനെ അവസാനമായി കാണാനുള്ള ആ 10 സെക്കൻഡ് പോലും അതിന് ആ സാഹചര്യം ഒരുങ്ങാത്ത ഒരു അവസ്ഥയുണ്ടായി. അവസാനം നിയന്ത്രണം വിട്ട് ആ മകൻ അവിടെ നിന്ന് ആർത്തലച്ചു പറഞ്ഞു, നിനക്കൊക്കെ എന്താണ് വേണ്ടതടോ എന്ന്. അത്തരത്തിൽ മീഡിയക്കാരോട് പോലും വളരെ മോശമായിട്ട് പ്രതികരിച്ച നടൻ സലീം കുമാറിന്റെ മകനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തുമാത്രം മാന്യതയോടെയാണ് ഇപ്പോൾ നമ്മുടെ MLA ആയിട്ടുള്ള രമേശ് പിഷാരടി ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയേണ്ടുന്നത്. അതായത് ചന്തു അന്ന് വൈകാരികമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് തന്നെയാണ് അതിനുള്ള റൈറ്റ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ലോകത്ത് സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി 10 നിമിഷം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എന്നതാണ് മീഡിയക്കാരുടെ ബ്രേക്കിംഗ് എങ്കിൽ ചന്തുവിനെ സംബന്ധിച്ച് അവൻ്റെ അച്ഛൻ ഇനി ഈ ലോകത്തേക്ക് ഇല്ല എന്നുള്ളതായിരുന്നു വസ്തുത. അച്ഛനെ നേരിട്ട് കാണാനും അച്ഛനെ തൻ്റെ അരികിൽ നിർത്താനും പറ്റിയിട്ടുള്ള അവസാന സെക്കൻഡുകളായിരുന്നു അത്. ആ ഒരു തീർത്തും പ്രൈവറ്റ് ആയിട്ടുള്ള സമയമാണ് മീഡിയക്കാരുടെ ഇടിച്ചുകയറൽ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ് രമേശ് പിഷാരടി. രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രസ് മീറ്റ്, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ മാത്രം ആക്രമിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സാറ്റലൈറ്റ് മീഡിയ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ രമേശ് പിഷാരടിയോട് അടക്കം ചോദിക്കുന്നത് ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് ഒരു നിയന്ത്രണം നൽകാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ആ സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ മാത്രം ഒരു ഇരച്ചെത്തിയിട്ടുള്ള പ്രവർത്തനമായിരുന്നില്ല അന്ന് ചന്തുവിനെ അവിടെ നിന്ന് ദേഷ്യം പിടിപ്പിച്ചത് എന്നുള്ളതാണ്. ഓൺലൈൻ മീഡിയാസിനെ പോലെ തന്നെ സാറ്റലൈറ്റ് മാധ്യമങ്ങളും അത് ഒരു ടീം മെമ്പർ എന്നതിനേക്കാൾ ഉപരി ഒരു ചാനലിൽ നിന്ന് തന്നെ 4-5 ടീം വന്നിട്ടാണ് ഈ മുൻനിരയിൽ നിന്ന് പല ആംഗിളിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് മീഡിയാസ് ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു പ്രശ്നം. പക്ഷെ അത് സംസാരിച്ചു വരുമ്പോൾ ഓൺലൈൻ മീഡിയ പ്രവർത്തകരെ മാത്രം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചാനലിനെ മാത്രം കോർണർ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഇപ്പോൾ ചില നടപടികളൊക്കെ ഉണ്ടാകുന്നു. ഓൺലൈൻ മീഡിയാസിന് ഇത്തരം ചില മേഖലകളിലേക്ക് പ്രവേശനം വേണ്ട എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങളൊക്കെ വരുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് ഓൺലൈൻ മീഡിയ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മീഡിയയ്ക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു പരിധി നിശ്ചയിക്കുക എന്നുള്ള കാര്യമാണ്. അത് കൃത്യമായിട്ട് രമേശ് പിഷാരടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായത് രമേശ് പിഷാരടിയോട് ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, ഈ ഓൺലൈൻ മീഡിയക്കാരെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നത്. ആ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഈ പറയുന്നത് പോലെ പലരുടെയും സ്വകാര്യ നിമിഷത്തിലേക്ക് ഇടിച്ചു കയറുന്നവരാണ് എന്നുള്ളതാണ് വസ്തുത. അത് വളരെ കൃത്യമായി രമേശ് പിഷാരടി പറഞ്ഞു മനസ്സിലാക്കി. ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ഈ പറയുന്ന ഏതൊരു മീഡിയ ആണെങ്കിലും ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ ഒരു സ്വകാര്യത നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇടിച്ചു കയറാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം കുറിച്ച് സംസാരിക്കുന്നത് അത് നടനായിട്ടുള്ള സലീം കുമാറിന്റെ മരണസമയത്തുണ്ടായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇതല്ല പ്രശ്നം. സെലിബ്രിറ്റികളായിട്ടുള്ള ഒരു 10,000-10,000 പേർക്ക് അറിയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കും സാറ്റലൈറ്റ് മാധ്യമ പ്രവർത്തകർക്കും ഉള്ളത് എന്നാണ് രമേശ് പിഷാരടി യാഥാർത്ഥ്യത്തിൽ പറഞ്ഞു വരുന്നത്. ഈ ജേർണലിസം കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാത്ത ആളുകൾ, അതങ്ങനെ ട്രെയിൻ ചെയ്യണം എന്ന് നിർബന്ധമല്ല എങ്കിൽ പോലും അത്തരത്തിലെ നിയമവശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത്തരത്തിൽ പല ബൗണ്ടറികളും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് രമേശ് പിഷാരടി പറയുന്നു. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ അങ്ങനെ അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. ആ ഒരു ഏരിയയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സലീം കുമാർ എന്ന് പറയുന്ന നടന് മാത്രമല്ല ഈ ഒരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ചന്തുവിന് മാത്രം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ, സ്പോർട്സിലുള്ള ആളാണെങ്കിൽ, ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാർഡമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു മീഡിയാസും ഇരച്ചെത്തരുത് എന്നുള്ള തരത്തിൽ തന്നെയാണ്. ഒരു ബൗണ്ടറി വരെ അവർക്ക് പ്രവേശനം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ് എന്ന് മനസ്സിലാക്കി അവരെ അതിന് അനുവദിക്കുക, വീട്ടുകാരെ അതിന് അനുവദിക്കുക എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നുള്ളത്. മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെയും ഗൗരവപരമായിട്ടുള്ള അഭിനയത്തിൻ്റെയും വേറിട്ട അടയാളമായിട്ടുള്ള സലീം കുമാറിനാണ് ഇത്തരത്തിൽ അവസാന മണിക്കൂറുകളിൽ ഇങ്ങനൊരു അധപ്പതിച്ച സാഹചര്യം നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മകൻ പൊട്ടിക്കരയുന്ന സാഹചര്യത്തിലാണ് മീഡിയക്കാരോട് ദേഷ്യപ്പെടുന്നത്. മിമിക്രി വേദികളിലൂടെ കലാരംഗത്തേക്ക് കടന്നു വന്ന് പിന്നീട് തൻ്റെ സ്വാഭാവിക അഭിനയം കൊണ്ട് തന്നെ സിനിമയിലൂടെ ഒരു വലിയൊരാളായി മാറിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സലീം കുമാർ. മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച സലീം കുമാർ തൻ്റെ അഭിനയ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. ഇപ്പോൾ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരടക്കം കാണിച്ച അനാവശ്യ തിക്കിലും തിരക്കിലും ഉണ്ടായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് തന്നെയാണ് രമേശ് പിഷാരടി രംഗത്തെത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന കുടുംബത്തിന്റെ സ്വകാര്യത പോലും മാനിക്കാതെ ഒരു പറ്റം പേർ നടത്തുന്ന പെരുമാറ്റം വേദനാജനകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പറ്റം മൊബൈൽ മാധ്യമ പ്രവർത്തകരടക്കം സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ അനാവശ്യമായിട്ടുള്ള തിരക്കുണ്ടാക്കി. ഫ്രീസറിന് ചുറ്റും പോലും ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ അടക്കം മൊബൈൽ ചിത്രീകരണത്തിനായിട്ട് തടിച്ചുകൂടിയിരുന്നു. മുഖ്യമന്ത്രിയും സലീം കുമാറിന്റെ മകൻ ചന്തുവും ഉൾപ്പെടെയുള്ളവർ പലതവണ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തിരക്ക് ഒഴിവാക്കാൻ അവർ സമ്മതിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ചന്തുവിന് വൈകാരികമായിട്ട് സംസാരിക്കേണ്ടി വന്നത്. മകന്റെ ആ പ്രതികരണത്തിൽ തെറ്റില്ല എന്നും അവൻ അത്രയധികം മാനസിക വേദനയിലൂടെയാണ് കടന്നുപോയതെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഒരു വ്യക്തിയുടെ മരണവും സംസ്കാരവും പോലെ തന്നെ അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സ്വകാര്യത മാനിക്കാതെ ചില മാധ്യമ പ്രവർത്തകർ പെരുമാറുന്നത് അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് രമേശ് പിഷാരടി ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുപരിപാടികൾ ചിത്രീകരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ ഇത്തരമൊരു സന്ദർഭത്തിൽ കാണിച്ച കടന്നുകയറ്റം അതാണ് അംഗീകരിക്കാൻ സാധിക്കാത്തത്. ഇത്തരം വേദനാജനകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അനാവശ്യമായ തംബ്ലൈനുകളുടെയും ക്യാപ്ഷനുകളിലൂടെയും യൂട്യൂബിലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയും പങ്കുവയ്ക്കുന്നതും വിവേകശൂന്യമായിട്ടുള്ള കാര്യമാണ്. ഓൺലൈൻ ഹാൻഡിലുകളിൽ കുറച്ചുകൂടി ബോധത്തോടെയുള്ള പക്വതയോടുള്ള പ്രതികരണമാണ് നടത്തേണ്ടുന്നത് എന്നും ഇത്തരം മാധ്യമ പ്രവർത്തകരുടെ അതിക്രമങ്ങൾ തടയുന്നതിന് യൂട്യൂബ് ചാനലുകൾക്ക് ലൈസൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരണമെന്നും പിഷാരടി അഭിപ്രായപ്പെട്ടു. ലാൽ ജോസ്, ശ്രീകുമാർ തമ്പി എന്നിവരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും കർശനമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സാംസ്കാരിക ബോധമുള്ള കേരളത്തിലാണ് ഇത്തരമൊരു അധപതനം ഉണ്ടാകുന്നത് എന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ചത്തുകൂടെ എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളുടെ പരസ്യമായിട്ട് ചോദിച്ച സാഹചര്യം ഓർത്തെടുത്തുകൊണ്ടായിരുന്നു സലീം കുമാറിന്റെ വീട്ടിലുണ്ടായ ആ ഒരു വിവാദ പ്രശ്നത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇത്തരത്തിൽ മനുഷ്യത്വമില്ലാത്ത ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തിയവർ ആരാണെന്ന് കേരളം തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾക്കായി വീഡിയോ എടുക്കുന്നതിനെ നിയമം മൂലം പൂർണ്ണമായി നിരോധിക്കാൻ സർക്കാരിനോ നിയമവ്യവസ്ഥയ്ക്കോ കഴിയില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും മിനിമം മാന്യതയോടെ പെരുമാറണമെന്നാണ് അദ്ദേഹവും ആവശ്യപ്പെടുന്നത്. സലീം കുമാറിന്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ അവരോട് താനും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വീടുകളിൽ പാലിക്കേണ്ടുന്ന കുറഞ്ഞ പൊതുമര്യാദകൾ പോലും ലംഘിക്കുന്ന തരത്തിലാണ് പല ഓൺലൈൻ ചാനലുകളും അവിടെ പെരുമാറുന്നത്. സംഭവ ദിവസം വീട്ടിലുണ്ടായ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കും ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിപ്രസരവും കാരണം ഔദ്യോഗിക കാര്യങ്ങൾ പോലും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും അന്തരിച്ച നടനോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി പോലീസ് സംഘത്തിന് ഉപചാര വെടി വയ്ക്കാൻ പോലും അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യം നൽകിയില്ല എന്നതും ഗൗരവകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആൾക്കൂട്ടവും ക്യാമറ കണ്ണും കാരണം പോലീസിന് തങ്ങളുടെ ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന സലീം കുമാറിന്റെ കുടുംബത്തിന് ശാന്തമായി അന്തിമ ചടങ്ങുകൾ നടത്താൻ പോലും അവിടെയുണ്ടായിരുന്ന സാഹചര്യം അനുവദിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കടുത്ത വിമർശനത്തോടെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഒരു കുടുംബത്തിന്റെ സ്വകാര്യതയെ പോലും മാനിക്കാതെ എല്ലാം അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ടുള്ള മാധ്യമ വേട്ട അത് അവിടെ അരങ്ങേറി ഇനി ആവർത്തിച്ചുകൂടാ.
സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നും ഇത് പൊതുസമൂഹത്തിൽ നിന്നും വലിയ തോതിൽ മാറ്റേണ്ടതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു.